മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. 2025 ഏപ്രിൽ 21 ഉയർപ്പ് തിരുനാളിൻ്റെ പിറ്റേന്ന് രാവിലെ റോമിലെ പള്ളിമണികൾ അസാധാരണമായി മുഴങ്ങി. ഇതാ ഉയർപ്പിൻ്റെ ആ പ്രത്യാശ ലോകത്തിന് പകർന്നു തന്നതിൻ്റെ ലഭിച്ചതിൻ്റെ ലോകസമാധാനത്തിനു വേണ്ടി മുഴങ്ങിയ ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് ഈസ്റ്റർ പ്രസംഗം നൽകിയ ഈസ്റ്റർ സന്ദേശം നൽകി വിശ്രമത്തിലേക്ക് പോയ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസി സമൂഹത്തെ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്തിരുന്നു കൊണ്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ആ കൊച്ചു രാജ്യത്തിൻ്റെ പരമാധികാരിയും ഇതാ മാർപ്പാപ്പ ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് ലോകം മുഴുവനുള്ള ഉന്നത നേതാക്കന്മാരെല്ലാം എടുക്കും. അങ്ങനെ വിശ്രമിക്കാനായിട്ട് പോയ ആ പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യനിദ്രയിലേക്ക് വിളിക്കപ്പെട്ടു. എനിക്കൊത്തിരി ഇഷ്ടമുള്ള പാപ്പമാരിൽ എൻ്റെ മനസ്സിലും ഹൃദയത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് വായിക്കാനും പഠിക്കാനും പുസ്തകങ്ങളും ലീഫ്ലെറ്റുകളും ഒക്കെ കിട്ടിയ അവസരങ്ങളിൽ അദ്ദേഹം നിത്യനിദ്രയിലേക്ക് പോകുന്നതിന് മുൻപും പല അവസരങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത കഥകൾ, അനുഭവങ്ങൾ, ശുശ്രൂഷകൾ വളരെ താല്പര്യത്തോടെ വായിക്കുവാനും പഠിക്കുവാനും സാധിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ തമ്മിലുള്ള ഒരടുപ്പം, ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എൻ്റെ മാമോദിസ പേരും ഫ്രാൻസിസ് എന്ന് തന്നെയാണ്. എന്നു മാത്രമല്ല, പ്രഭു കുടുംബത്തിൽ നിന്ന് ദാരിദ്ര്യവ്രതത്തെ പുൽകിയ രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമം സ്വീകരിച്ച, മാർപ്പാപ്പയായപ്പോൾ സ്വീകരിച്ച കർദിനാൾ ബെർഗോളിയോ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുൻപത്തെ നാമം. ഫ്രാൻസിസ് എന്ന നാമത്തിൽ ആ രണ്ടാം ക്രിസ്തുവായ സമാധാനത്തിൻ്റെ അംബാസഡർ എന്ന് ഐക്യരാഷ്ട്ര സംഘടന പോലും വിശേഷിപ്പിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ സമാധാനത്തിൻ്റെ തൂവെള്ളക്കൊടി പാറിച്ചുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. പോയിരിക്കുന്നത് വെറുതെ അല്ല, ഇനിയും ഇവിടെ ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പിതാവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളതാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത കഥകൾ വായിച്ചാൽ, അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ വായിച്ചാൽ ആർക്കും മനസ്സിലാകും. ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ വായിച്ച വരികൾ ഓർക്കുകയാണ്. കുറ്റമറ്റവരായി ജീവിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ദൈവ തിരുമുമ്പിലും ദൈവീക പ്രകാശത്തിലും നമുക്ക് യാത്ര ചെയ്യാം. എന്താണ്? ദൈവ തിരുമുമ്പിലും ദൈവീക പ്രകാശത്തിലും നമുക്ക് യാത്ര ചെയ്യാം. ഒറ്റ ഇരിപ്പിന് ആവുന്നത്ര ആർത്തിയോടെ ഞാൻ വായിച്ച് തീർത്തിട്ടുള്ള വലിയ പുസ്തകങ്ങളിൽ ഒന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വചനപ്രഘോഷണ ശുശ്രൂഷയിലും തെരുവിലലഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വിശപ്പിൻ്റെ വിളി ശുശ്രൂഷയിലും എത്രമാത്രം, അതുപോലെ പഴയതോ പുതിയതായ വസ്ത്രങ്ങൾ കളക്ട് ചെയ്ത് അത് അർഹതപ്പെട്ട വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ അനേക വർഷങ്ങളായിട്ട് എത്തിച്ചു കൊടുക്കുന്ന, ലഭ്യമാക്കുന്ന ഒരു ശുശ്രൂഷയും. ഇതിനെല്ലാം പ്രചോദനം എൻ്റെ അപ്പൻ മരിച്ചിട്ട് ഇപ്പോൾ 20 വർഷം കഴിഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് വാങ്ങിത്തന്ന സമ്മാനങ്ങളിൽ ഒന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചരിത്രം. എന്തുകൊണ്ടും ആ വരികളും ആ ചരിത്രവും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും ഒരു മാതൃകയായി എൻ്റെ മനസ്സിൽ നിലനിൽക്കുമ്പോൾ
ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും നവീകരണത്തിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് ഫ്രാൻസിസ് അസീസിയുടെ സമാധാന പ്രാർത്ഥന, ക്ഷമയുടെ പ്രാർത്ഥന. കർത്താവെ, എന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും ഞാൻ വിതയ്ക്കട്ടെ. മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും, അംഗീകരിക്കപ്പെടുന്നതിനേക്കാൾ അംഗീകരിക്കുന്നതിനും എനിക്കിടയാക്കണമേ. എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, സ്നേഹിക്കുമ്പോഴാണ് ഞങ്ങൾ സ്നേഹിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമം മാത്രമല്ല, തൻ്റെ ജീവിതം കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിത കഥ പഠിക്കുമ്പോഴും വായിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടപ്പോഴും എല്ലാം ഈ വാക്കുകളും വരികളും ഈ പ്രാർത്ഥനകളും നിറഞ്ഞു നിൽക്കുന്ന ഫ്രാൻസിസ് എന്ന ആ പേരിൻ്റെ ആ അർത്ഥം അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ ആ മഹത്വം പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ടാണ് ഒരു രണ്ടാം ക്രിസ്തുവിനെ പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയും ജീവിച്ചു വന്നത്. ഇറ്റലിയിലെ അർജൻറ്റീനയിലേക്ക് കുടിയേറിയ കുടുംബത്തിലെ 5 മക്കളിൽ മൂത്തയാളായിട്ടാണ് ജീവിതം. 1930 ഡിസംബർ 17 ബ്യൂണസ് ഐറിസിൽ ജനിച്ചു. 1969 ഡിസംബർ 13 വൈദികനായി. അതായതൊക്കെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ, ഞാൻ 74 ജനിച്ച ആളാണ്. 1969 ഡിസംബർ 13 വൈദികൻ. 1998 ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി. എന്തെല്ലാം പദവികളിലൂടെയാണ് കടന്നു വന്നതെന്നറിയാമോ? അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ വരികൾ ഇത് കഴിയുമ്പോൾ കേൾപ്പിക്കാം. അപ്പോൾ ഈ സ്ഥാനങ്ങളും അധികാരങ്ങളും പദവികളും എല്ലാം കിട്ടിയാലും അതെല്ലാം ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം ദൈവനാമത്തിൽ സ്വീകരിച്ച വ്യക്തിയാണ്. അപ്പോൾ 1998 ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി. 2001 കർദിനാൾ. വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം എളിമയും ലാളിത്യവും. ഈ ബിഷപ്പായിരിക്കുമ്പോൾ തന്നെ, ആർച്ച് ബിഷപ്പായിരിക്കുമ്പോൾ ഔദ്യോഗിക പദവികളും സൗകര്യങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ച് സാധാരണക്കാരായിട്ട് പൊതുവാഹനങ്ങളിലും പൊതുനിരത്തുകളിലെല്ലാം വളരെ ഫ്രീ ആയിട്ട് സഞ്ചരിച്ച് എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമായി തീർന്നൊരു ജീവിതമായിരുന്നു. നമ്മളാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി, എന്തെങ്കിലും ഒരു പദവി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അവകാശങ്ങൾ ചോദ്യം ചെയ്യും അല്ലേ? കിട്ടിയ അവകാശങ്ങളും സൗകര്യങ്ങളും എല്ലാം ബോധപൂർവം ത്യജിച്ചുകൊണ്ട് എളിമയുടെ പാത സ്വീകരിച്ചു. എന്നിട്ട് മാർപ്പാപ്പയായി തീർന്നു കഴിഞ്ഞപ്പോൾ വത്തിക്കാൻ പാലസിന് പകരം അതിഥി മന്ദിരത്തിലായിരുന്നു താമസം. കാവൽ നിന്നിരുന്ന സ്വിസ് ഗാർഡിനോട് പോലും അദ്ദേഹം മണിക്കൂറുകൾ നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തോട് ഇരുന്ന് വിശ്രമിക്കാൻ ആവശ്യപ്പെട്ട ചരിത്രമെല്ലാം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചരിത്രത്തിലുണ്ട്. മാധ്യമപ്രവർത്തകനായ അന്ധനായ വ്യക്തിയെ നയിച്ചുകൊണ്ട് വന്ന നായയെ കണ്ടപ്പോൾ, തൻ്റെ അടുക്കലേക്ക് വന്ന മാധ്യമപ്രവർത്തകനെ നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ നായയെ കണ്ടപ്പോൾ ഇവനും ഇരിക്കട്ടെ ഒരു ആശീർവാദം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ നായയ്ക്കും ഒരു ആശീർവാദം കൊടുത്തത്രേ. വരാപ്പുഴ രൂപത പരമാധ്യക്ഷനായ ജോയ് കളത്തിപ്പറമ്പിൽ പിതാവ് അദ്ദേഹത്തെ കണ്ടപ്പോൾ, പിതാവിൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നത് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്, ഈ രൂപതാധ്യക്ഷന്, നമ്മുടെ ബിഷപ്പിന് അദ്ദേഹം അമ്മയ്ക്ക് വേണ്ടി ഒരു ആശീർവാദം കൊടുത്തത്രേ. അങ്ങനെ എല്ലാത്തിലും ഒരു സിംപ്ലിസിറ്റി, തൻ്റെ സ്ഥാനങ്ങളിൽ കടിച്ചു തൂങ്ങാതെയും അധികാരത്തിൻ്റെ അഹന്തയൊന്നും കാണിക്കാതെ എളിമയുടെ മാതൃക സ്വീകരിച്ച മാർപ്പാപ്പയാണ് നിത്യപിതാവിൻ്റെ പക്കലേക്ക് ആ വെള്ളരിപ്രാവ് പറന്നുയർന്നത്. ഇന്ന് എത്ര വിശേഷണങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെയും ടി വിയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്ത് പോപ്പ് ഇമെരിറ്റസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് 2013 മാർച്ച് 13 അർജൻറ്റീനയിലെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പ് കർദിനാൾ
ഫോർഹെ. അർജൻറ്റീന എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ കുട്ടികളുടെയും യുവാക്കളുടെയും മനസ്സിൽ ഫുട്ബോൾ കളിയാണ് മറിഞ്ഞു തിരിഞ്ഞു വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ 2013 മാർച്ച് 13 അർജൻറ്റീനയിലെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഹോർഹെ മാരിയോ ബെർഗോളിയോ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ 2013 മുതൽ കത്തോലിക്ക സഭയുടെ സ്ഥാനത്തിരുന്ന് മാർപ്പാപ്പയായിരുന്നു. 2025 ഈസ്റ്റർ പിറ്റേന്ന് 2025 21 തിങ്കളാഴ്ച ഇതാ തൻ്റെ നിത്യവസതിയിലേക്ക് വിളിക്കപ്പെട്ടു. 1936 മുതൽ 2025 വരെ 88 വയസ്സ് കത്തോലിക്ക സഭയിലെ 200 പത്രോസിൻ്റെ സിംഹാസനത്തിലെ 266 മാർപ്പാപ്പ. എത്രാമത്തെ മാർപ്പാപ്പ? 266 മാർപ്പാപ്പ. ഈ മാർപ്പാപ്പയെക്കുറിച്ച് നമ്മൾ പഠിച്ചില്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ്, അതൊരു വലിയ കുറവാണ്. കാരണം ഇത് അവിശ്വാസികളായ ഓരോ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ജന്മവും ഒരു ജീവിതവുമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി മാറ്റങ്ങളും കത്തോലിക്ക സഭയിലും ലോകത്തിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെ സംഭാവനയായിട്ട് ഉണ്ട്. ആർച്ച് ബിഷപ്പായിരിക്കുമ്പോൾ ഔദ്യോഗിക വസതി വേണ്ടെന്ന് വെച്ച് സാധാരണക്കാർക്കൊപ്പം താമസിച്ചു. അപ്പോൾ വത്തിക്കാൻ പാലസിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞു അതിഥി മന്ദിരത്തിലാണ് അദ്ദേഹം താമസിച്ചത്. ഇനിയിപ്പോൾ ഈ ശനിയാഴ്ച മാർപ്പാപ്പയുടെ കബറടക്കം നടക്കും. പക്ഷേ വളരെ ലളിതമായിട്ട് അത് നടത്തണമെന്ന് ഒറ്റ അറപ്പെട്ടി മതി. നേരത്തെയുള്ള ഡിസൈനും മോഡലുകളും ഒന്നും ഒരു ഡിസൈനിങ്ങും ഇതുമേൽ വേണ്ട. മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ള ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ള വരികൾ ഓർക്കുകയാണ്. റോസ അമ്മൂമ്മ, മാർപ്പാപ്പയുടെ അമ്മൂമ്മയുടെ സ്വാധീനം, പിതാവിൻ്റെ അമ്മയുടെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മ പറയുന്നൊരു വാക്കാണ് ശവക്കച്ചയ്ക്ക് കീശ ആവശ്യമില്ലല്ലോ. അന്നൊന്നും അതൊന്നും മനസ്സിലാകൂല. പക്ഷേ ഇപ്പം ആ നാടൻ ഭാഷ, ആ ദൈവശാസ്ത്രം, എന്നാൽ ദൈവശാസ്ത്രമൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലായി എന്തെല്ലാം നേടിയാലും പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകത്തില്ലല്ലോ. ലോകം മുഴുവൻ നേടിയാൽ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന ഭാഷയാണ് ഏറ്റവും സിമ്പിളായിട്ട് റോസാമ്മൂമ്മയിൽ കൂടെ അന്ന് കേൾക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. ഭക്തിപരമായ മാർഗങ്ങളിലും മാതൃകയിലും ഈ അമ്മാമ്മയുടെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ വലുതായിരുന്നു. അപ്പോൾ ഏറ്റവും ലളിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കബറടക്കം നടക്കുക. അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: സൈപ്രസ് ഓക്ക് പുളിമരങ്ങൾ കൊണ്ട് നിർമ്മിച്ച 3 അറകളുള്ള പെട്ടികൾ, അങ്ങനെയൊക്കെയുള്ള പരമ്പരാഗത രീതിക്ക് പകരം ഒറ്റ മരപ്പെട്ടി അല്ലേ, ഒറ്റ മരപ്പെട്ടി മതി എന്നാണ് മാർപ്പാപ്പ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പേ നമ്മളാണെങ്കിൽ പറയും ഏറ്റവും കൂടിയത് തന്നെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എനിക്ക് ഉപയോഗിക്കണമെന്നും പറയും അല്ലേ. ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം ഇപ്പോഴേ എത്തിത്തുടങ്ങി. അമേരിക്കൻ പ്രസിഡന്റ് വരെ സംബന്ധിക്കുമെന്നാണ് ഇതുവരെ കിട്ടിയ വിവരങ്ങൾ. ആ അവസാനമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റുമായിട്ട്. ആ കുടുംബത്തിന് സമ്മാനങ്ങളൊക്കെ കൊടുത്ത രംഗങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മളിൽ പലരും കണ്ടു കാണും. അപ്പോൾ ഇങ്ങനെ ചിന്താഗതികൾ കൊണ്ടും ജീവിതം കൊണ്ടും ഉയർന്നു നിന്ന് ഈ മരണത്തിൻ്റെ തലേന്ന് ഉയർപ്പ് ഞായറാഴ്ച ലോകത്തിന് പകർന്ന സന്ദേശം ഇതാണ്. ഗാസയിൽ നമുക്കറിയാം ഏറെ നാളായിട്ട് യുദ്ധത്തിൻ്റെ പേരിൽ നിരപരാധികൾ പോലും വധിക്കപ്പെടുന്നു. ഗാസയിൽ എത്രയും പെട്ടെന്ന് വെടിനിർത്തലിനുള്ള ആഹ്വാനമാണ് മാർപ്പാപ്പ ഈസ്റ്റർ സന്ദേശം നൽകിയത്. സ്ത്രീകളും കുട്ടികളും അടക്കം ഒരു തെറ്റും ചെയ്യാത്തവർ പോലും വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങൾ. അപ്പോൾ യുദ്ധം കൊണ്ടൊരു ഫലവും ആർക്കും ഉണ്ടായിട്ടില്ല, ഒരു സമാധാനവും കൊണ്ടുവരുന്നില്ല എന്നുള്ള ആ മെസ്സേജ്
മാർപ്പാപ്പ ലോകത്തിന് നൽകുകയായിരുന്നു കരുണ കാണിക്കുവാൻ. അതുപോലെ തന്നെ കരുണയുടെ വർഷം ആചരിച്ച മാർപ്പാപ്പയും ഫ്രാൻസിസ് പാപ്പ തന്നെയാണ്. ലോകത്ത് ഇന്ന് വരെ ഇല്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ആത്മീയ ശുശ്രൂഷയിൽ നമുക്ക് ലഭിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ 88 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. സങ്കീർത്തനം 90:10 പറയുന്നുണ്ട്, മനുഷ്യജീവിതം 70 ഏറിയാൽ 80. എന്നാൽ സങ്കീർത്തനം 91 പറയുന്നത് പോലെ ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും, എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. 70 80 അല്ല, 88 വയസ്സ് വരെ ജീവിച്ചിരിക്കാനുള്ള അനുഗ്രഹം ദൈവം മാർപ്പാപ്പയ്ക്ക് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളയുകയും ഗുരുതര രോഗാവസ്ഥയിലൂടെ കടന്നു പോയെങ്കിലും ആ അവസ്ഥകളെയെല്ലാം അദ്ദേഹം ദൈവകൃപയാൽ അതിജീവിച്ച് വൈദികനായി, മെത്രാനായി, കർദിനാളായി, മാർപ്പാപ്പയായി. എപ്പോഴും ബലഹീനതയാണ് ദൈവം, നിഷ്കളങ്കരെയാണ് ദൈവം തിരഞ്ഞ് ദൈവത്തിൻ്റെ ആ സ്ഥാനത്തിലേക്ക് തമ്പുരാൻ നിയോഗിക്കുന്നത്. കർദിനാൾ ബെർഗോളിയോ, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുൻ നാമമാണ്. കർദിനാളായിരുന്നപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ആത്മീയ മേഖലയിലെ കരിയറിസം ആത്മീയ വങ്കത്വമാണ്. അതായത് അതിൻ്റെ ഒരു കാര്യം ഇതാ, അച്ഛന് വികാരി ആകണം, വികാരിക്ക് മെത്രാനാകണം, മെത്രാന് കർദിനാൾ, അങ്ങനെ മാർപ്പാപ്പ വരെ. കർദിനാളന്മാരുടെ സമൂഹമാണല്ലോ മാർപ്പാപ്പ ഇലക്ഷൻ നടത്തുന്നത്. ഇത്തരം ആത്മീയ പൊങ്ങച്ചത്തെ പീലി വിടർത്തി നിന്നാടുന്ന ആൺമയിലിൻ്റെ നൃത്തത്തോടാണ് ഉപമിക്കാവുന്നത്. എന്നോട് ക്ഷമിക്കണം, എൻ്റെ വാക്കല്ല, കർദിനാൾ ബെർഗോളിയോ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. പീലി വിടർത്തി ആടുന്ന ആൺമയിലിൻ്റെ നൃത്തത്തോടാണ് ഉപമിക്കുന്നത്. ഏത് സ്ഥാനം കിട്ടിയാലും പോയേ പറ്റൂ. ഏത് തരം പെട്ടിയിൽ അടക്കിയാലും നമ്മൾ ചെയ്ത പ്രവൃത്തികളാണ് നമ്മളെ ഓർമ്മിക്കുന്നതും നമ്മളെ നിലനിർത്തുന്നതും. വേറെ ഒന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ അത് മനോഹരമായ കാഴ്ചയാണ്. ഏത്? ആൺമയിലിൻ്റെ നൃത്തം അല്ലേ? മുന്നിൽ നിന്ന് നോക്കുമ്പോൾ അത് മനോഹരമായ കാഴ്ചയാണ്. എന്നാൽ മയിലിൻ്റെ പുറകിൽ നിന്ന് നോക്കിയാലോ മഹാവൃത്തികേടും. മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാണ് ആത്മീയ മേഖലയിലെ കരിയറിസത്തിന് വേണ്ടി. അതുകൊണ്ട് അതിനെക്കുറിച്ച് അതിന് അമിത പ്രാധാന്യം നൽകേണ്ട, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അമിത പ്രാധാന്യം നൽകേണ്ടതില്ല എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. അപ്പോൾ ഈ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് മേഖലയിലായിരുന്നാലും മാർപ്പാപ്പയുടെ ഈ വാക്കുകളെല്ലാം നമുക്ക് ഒത്തിരി വളരെ പ്രേരണാജനകമാണ്. കുറ്റമറ്റവരായി ജീവിക്കുവിൻ, അങ്ങനെ ജീവിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ദൈവ തിരുമുമ്പിലും ദൈവിക പ്രകാശത്തിലും നമുക്ക് യാത്ര ചെയ്യാം. ഇത് മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം. ഏത് അവസ്ഥയിൽ, ഏത് അന്തസ്സിൽ ജീവിച്ചാലും, ആരായിത്തീർന്നാലും, എന്തായിത്തീർന്നാലും നമ്മൾ എന്തു ചെയ്യണം? ദൈവിക പ്രകാശത്തിൽ നമുക്ക് യാത്ര ചെയ്യാമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ജീവിതം ഒരു തീർത്ഥാടനമാണെന്നുള്ള തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും നൽകുന്ന ഒരു പ്രേരണയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും എളിമയുടെ ഒരു വാക്കുകളാണ്: ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ ആശീർവദിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാളായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണെന്ന് ഓർക്കണം. ഇതാ മാർപ്പാപ്പയുടെ മോതിരം മുത്താൻ എന്നു മാത്രമല്ല, കയ്യിലിട്ടിരുന്ന ആഭരണങ്ങളെല്ലാം സ്വർണത്തിൽ നിന്ന് മാറി ആ പ്രൗഢിയെല്ലാം കുറച്ച് കൂടുതൽ പാവങ്ങൾക്ക് സഹായം ചെയ്യാനും അഗതികളെ പരിപാലിക്കാനും ഈ മരിക്കുന്നതിന് മുൻപ് വരെ ജയിലിൽ പോയി കുറ്റവാളികളുടെ പാദങ്ങൾ കഴുകി. യേശു ശിഷ്യന്മാരുടെ പാദങ്ങളാണ് കഴുകിയത്. ജയിലിൽ കിടക്കുന്നവരുടെ പാദങ്ങൾ കഴുകി. ഇതാ പെസഹ ദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഇങ്ങനെ ഒരു രീതികളുണ്ട്. ഇപ്പോൾ രോഗികളോടും ആലംബഹീനരോടും അവഗണിക്കപ്പെട്ടവരോടും എപ്പോഴും, എന്തിനാ, ട്രാൻസ്ജെൻഡേഴ്സിനോട് പോലും, അവരോട് പോലും കരുണയുള്ള, സ്നേഹമുള്ള, ചെയ്യുന്നത് തെറ്റോ ശരിയോ ആകട്ടെ, സ്നേഹവും കരുണയും ആരെയും
അവഗണിക്കാൻ പാടില്ലാത്തതാണെന്നുള്ളതായിരുന്നു മാർപ്പാപ്പയുടെ നിർദ്ദേശം. ഇതെല്ലാം പറയുന്നതിൻ്റെ പേരിൽ ഇടുങ്ങിയ സങ്കോച ചിന്താഗതിക്കാർ പലതരത്തിൽ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും എല്ലാം ചെയ്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലും നല്ലിടയൻ്റെ ആ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആഗോള സഭയോടും ഒരു 99 നഷ്ടപ്പെട്ട ഒന്നിനെ തേടി പോകുന്ന ഇടയനെ പോലെ ആരെയും തള്ളിക്കളയാനല്ല, പ്രവൃത്തികൾ നോക്കി അവരെ സ്നേഹിക്കാനല്ല, മനുഷ്യരാണെന്നുള്ളതിൻ്റെ പേരിൽ കരുണ കാണിക്കാനും സ്നേഹിക്കാനും ഇഷ്ടപ്പെട്ട ഒരു മാർപ്പാപ്പയായിരുന്നു. മദർ തെരേസ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ, സിസ്റ്റർ എവുപ്രാസ്യ, മറിയം ത്രേസ്യ, ദേവസഹായമുള്ള ഇവരെല്ലാം വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. വിശുദ്ധ മാർ തെരേസയെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത്രയും വിശുദ്ധരെ ഈ മാർപ്പാപ്പയുടെ കാലത്താണ് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചതെന്ന് തന്നെ വലിയ ഒരു വിശുദ്ധരുടെ വലിയൊരു മധ്യസ്ഥം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും ഉണ്ടാകും എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ്. സഭയിലും കാലത്തിൻ്റെ പോക്കിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നടത്തിയ ഒരു മാർപ്പാപ്പയായിരുന്നു ആര്? ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ തിരിച്ചറിഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ അറിവും പഠിപ്പും ജ്ഞാനവും ഈ വിഷയത്തെക്കുറിച്ചുള്ളവരുണ്ടാകാം. എനിക്ക് കിട്ടിയ അറിവും എളിയ അറിവും ബോധ്യങ്ങളുമാണ് പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നടക്കാതെ പോയ ഒരു ആഗ്രഹമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സന്ദർശിക്കണമെന്നുള്ള നീണ്ടു പോയ ഒരു യാത്ര. എങ്കിലും സ്വർഗത്തിലിരുന്ന് ഭാരതത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി രോഗീ ദുരന്തങ്ങളും പ്രളയങ്ങളും ഇവിടെ അനുഭവപ്പെട്ടിരുന്ന ഓരോ ദുരന്ത വാർത്തകളും കഷ്ടതകളും അറിഞ്ഞ് വേണ്ട അന്വേഷണങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന ഒരു ഓഗി ദുരന്തത്തിൻ്റെ കാലഘട്ടത്തിലും എല്ലാം നൽകിയിരുന്നു എന്ന് നമ്മുടെ ആത്മീയ ആചാര്യന്മാർ വ്യക്തമാക്കുന്നുണ്ട്. നമ്മളതെല്ലാം വായിച്ച് കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കണ്ണടച്ച് പിടിച്ച് ഇരുട്ടാക്കിയാൽ ഇരുട്ടാകത്തില്ലല്ലോ. അതുകൊണ്ട് മാർപ്പാപ്പയുടെ ജീവിതം എന്നും എനിക്കും നിങ്ങൾക്ക് ഒരു തെളിച്ചമാണ്, ഒരു വെളിച്ചമാണ്, അതൊരു പ്രചോദനമാണ്. അതുപോലെ തന്നെ ഫാദർ ടോം മുഴുന്നാൻ ഒരു കാലത്ത് വിശ്വാസികളൊക്കെ മുൾമുനയിൽ നിന്ന, അതായത് യമനിൽ ഭീകരർ തടവറയിലാക്കിയ ഡോൺ ബോസ്കോ സലേഷ്യൻ വൈദികൻ, അദ്ദേഹം ഇപ്പോൾ കർണാടകയിലെ തുങ്കുറിയിലെ ഡോൺ ബോസ്കോ മൈനർ സെമിനാരിയിൽ സേവനമനുഷ്ഠിക്കുകയാണ്. ഫാദർ ടോം ഉഴുന്നാൻ വെണ്ണല ഡോൺ ബോസ്കോയിൽ ഒരു ദിവസം ഇടവപ്പള്ളിയിലെ കുർബാന സമയം വൈകിപ്പോയതുകൊണ്ട് 6:45 വെണ്ണല ഡോൺ ബോസ്കോയിൽ കുർബാനയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ, ഞാൻ ടി വിയിൽ കണ്ട, പുസ്തകത്തിലൊക്കെ വായിച്ച, പത്രത്തിൽ പല ആവർത്തി കണ്ട ഫാദർ ടോം ഉഴുന്നാലായിരുന്നു അന്ന് മുഖ്യ കാർമ്മികനായിട്ട്. ആരാലും പറയപ്പെടാതെ അറിയപ്പെടാതെ ആ കുർബാനയിൽ പങ്കെടുത്തത് വിവരിക്കാനാവാത്ത ഒരു അനുഭവമായിട്ട് ഞാൻ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു. അന്ന് ഈ ഡോൺ ബോസ്കോ സലേഷ്യൻ വെണ്ണലയിൽ, എൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്തൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഫാദർ ടോം ഉഴുന്നാൽ പരിശുദ്ധ പിതാവിനെ കണ്ട് അദ്ദേഹത്തിന് മുന്നിൽ മുട്ടുകുത്തി, അതായത് ഈ യമനിലെ ബന്ദികളുടെ കരങ്ങളിൽ നിന്ന് മോചിതനായി മോചനത്തിന് വേണ്ടിയുള്ള ഒത്തിരി ശ്രമവും പ്രാർത്ഥനയും പള്ളികളിലും കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ എന്ന നിലയിലെല്ലാം ആഹ്വാനം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും എല്ലാം ചെയ്തു. ഫാദർ ടോം ഉഴുന്നാൽ ബന്ദികളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടപ്പോൾ അത് പ്രാർത്ഥനയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണെന്ന് നാം കാലത്തിനനുസരിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ മാർപ്പാപ്പയുടെ മുന്നിൽ നിന്ന് മുട്ടുകുത്തി പാദങ്ങളിൽ ചുംബിച്ച് അദ്ദേഹം മാർപ്പാപ്പ ഈ അച്ഛനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഈ അച്ഛൻ്റെ കൈകൾ പിടിച്ച് മാർപ്പാപ്പ ചുംബിച്ചു. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: 1 അല്ല 2 വട്ടം.
അപ്പോൾ സാധാരണ മാർപ്പാപ്പയുടെ കൈയും മോതിരമൊക്കെ കാലും ഒക്കെ നമ്മളാണ് തൊട്ടുമുട്ടുന്നത്. പക്ഷേ ആ എളിമയുടെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ് ഒരു മാർപ്പാപ്പ ഒരു വൈദികൻ്റെ തന്നെ മുന്നിൽ മുട്ടുകുത്തിയ വൈദികനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആ വൈദികൻ്റെ കരങ്ങൾ ചുംബിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ പുതിയ ജീവിതകഥയുടെ പുതിയ പുസ്തകത്തിൽ പാപ്പ പറയുന്നത്, ജീവിക്കാൻ പഠിക്കണമെങ്കിൽ നാം എല്ലാം സ്നേഹിക്കാൻ പഠിക്കണം. ആ പാഠം ഏറ്റവും പ്രധാനമാണ്. അതൊന്നും കൂടെ പറയാം. ജീവിക്കാൻ പഠിക്കണമെങ്കിൽ നാം എല്ലാം സ്നേഹിക്കാൻ പഠിക്കണം. കാരണം ആ സ്നേഹം എല്ലാറ്റിനെയും കീഴടക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം ഏത് ജീവിതാന്തസ്സിലുള്ളവരായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് എന്ത്? ജീവിക്കാൻ പഠിക്കണമെങ്കിൽ നാം എല്ലാം സ്നേഹിക്കാൻ പഠിക്കണം. അപ്പോൾ വളരെ ഹ്രസ്വമായ ജീവിതമുള്ളൂ. എപ്പോഴാണ് വിളി വരുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെ മാർപ്പാപ്പയെ ഈ സ്നേഹം കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കാൻ പഠിപ്പിച്ചതിലെ പ്രധാനി അദ്ദേഹത്തിൻ്റെ റോസ മുത്തശ്ശിയാണ്. വിസ്മയിപ്പിക്കുന്ന സ്ത്രീ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ഈ മുത്തശ്ശി അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. പല നല്ല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയും മാതൃ കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. ചെറുപ്പത്തിലെ തന്നെ അമ്മയ്ക്ക് സുഖമില്ലാതിരുന്ന നാളുകളിൽ ഇതാ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പഠിക്കാനായിട്ട് പോവുകയും പിന്നീട് ജോലിക്ക് പോവുകയും കാലുറ കമ്പനിയിൽ ജോലിക്ക് പോവുകയും അമ്മ പൊട്ടാറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കുമ്പോൾ അതെല്ലാം ഒരുക്കി കറിയും ഭക്ഷണങ്ങളും തൻ്റെ താഴെയുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാം ശരിയാക്കി കൊടുക്കുമായിരുന്നു. യാതൊരു പിറുപിറുപ്പോ പരാതിയോ എതിർപ്പോ ഇല്ലാതെ ഇന്ന് എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കുടുംബത്തിലും അടുക്കും ചിട്ടയില്ലാതെയൊക്കെ പോകുന്ന ഒരു കാലഘട്ടവും തോന്നുമ്പോൾ ഉണരും, തോന്നുമ്പോൾ എഴുന്നേൽക്കും, തോന്നണത് പോലെ പുറത്തൊക്കെ ഓർഡർ കൊടുത്ത് അത് കഴിക്കും ഇത് കഴിക്കും, ആരാ ചോദിക്കാൻ, ആർക്കാ എനിക്ക് എന്താന്ന് ചോദിക്കുന്ന അവസ്ഥ. പക്ഷേ വളരെ ചിട്ടയായ ഒരു ജീവിതം നയിച്ച് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഈ മുത്തച്ഛിയുടെ പ്രേരണകൾ, മുത്തച്ഛി പറഞ്ഞു കൊടുത്തിരുന്ന കഥകൾ, മുത്തച്ഛിയോടൊപ്പം കളിച്ചു, പാട്ടുകൾ പാടിക്കൊടുത്തു, പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിച്ചു എന്ന് മാർപ്പാപ്പ പങ്കുവെക്കുന്നുണ്ട്. പിന്നെ കാറോ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളോ പിന്നെ ടൂറ് പോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അതെല്ലാം അപ്രധാനമായിരുന്നു. സന്തോഷമായിരിക്കുക എന്നതാണ് എപ്പോഴും പ്രധാനം. നമുക്കറിയാം എത്ര വിഷമിച്ചിരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്ന വ്യക്തിയായാലും ഈ മാർപ്പാപ്പയുടെ ഒരു ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയാൽ ഒരിക്കലും വിഷമിച്ച് ദുഃഖിച്ച് വാടിത്തളർന്നിരിക്കുന്ന മാർപ്പാപ്പയുടെ ചിത്രങ്ങൾ ഒരിടത്തും നമ്മൾ കാണുന്നില്ല. ഇതാ ഒരു ഇരുത്തം വന്ന ഒരു ചൈതന്യം നിറഞ്ഞ സങ്കീർത്തനം 34:5 പറയുന്നുണ്ട്, അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി. ഇതാ ദൈവത്തെ നോക്കി വളർന്നതുകൊണ്ടും ദൈവത്തെ നോക്കി നടന്നതുകൊണ്ടും ദൈവത്തെ നോക്കി ഇരുന്നത് കൊണ്ടുമാണ് എപ്പോഴും പുഞ്ചിരി വിടർത്തുന്ന. പുഞ്ചിരി ഒരു തിരുവട്ടമാണ്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ വാക്കുകൾ ഓർക്കുകയാണ് കൂട്ടത്തിൽ. പുഞ്ചിരി ഒരു തിരുവട്ടമാണ്, സങ്കടപ്പെടുന്നവരുടെ മുഖത്ത് നോക്കി ഞാൻ കരുണയോടെ പുഞ്ചിരിക്കും. സാധിക്കുമോ? സഹനങ്ങളുടെ മധ്യയാണ് ഈ വിശുദ്ധ അൽഫോൻസാമ്മ ഈ വാക്കുകളൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് നമ്മുടെ പാപ്പ. നമ്മളൊക്കെ ജനിച്ച് ജീവിച്ച് വളർന്നതുപോലെ ഒരു കുടുംബത്തിൽ ഇതാ എല്ലാവിധ സഹനങ്ങളും കഷ്ടതകളും പ്രതിസന്ധികളും വെല്ലുവിളികളും എല്ലാം, എന്നാൽ അവയിലെല്ലാം പുഞ്ചിരിയുടെ ദീപശിഖ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുഞ്ചിരി ഒരു തിരുവട്ടമാണ്. സങ്കടപ്പെടുന്നവരുടെ മുഖത്ത് നോക്കി ഞാൻ കരുണയോടെ പുഞ്ചിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ ഈ പ്രായമായവരെയൊക്കെ മാനിച്ചിരുന്നു. അവർ പ്രായമായവരോടൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഈ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ, ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ചെയ്തിട്ടുണ്ട്, കുറ്റബോധത്തിലേക്കും വിഷമത്തിലേക്കും നമ്മൾ പോകേണ്ട. അതൊക്കെ പറയിക്കുന്ന അവസരങ്ങളുണ്ടാകാം. പറഞ്ഞില്ലെങ്കിലും പറയിച്ചില്ലെങ്കിലും നമ്മൾ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക.
ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് മുത്തച്ഛന്മാരും മുത്തച്ഛിമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പം വേണ്ട, അമ്മ വേണ്ട, അമ്മനെയും. ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന കേരളത്തിൽ അനാഥ മന്ദിരങ്ങളെയും ഈ പ്രായമായവരുടെ കെയർ ഹോമുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ എത്ര ഉണ്ടെന്ന് അറിയാമോ ഈ പരിസരത്ത്? അപ്പോൾ അവർക്ക് സ്ഥലം പോരാഞ്ഞിട്ട് ഇപ്പോൾ കാക്കനാടിനടുത്ത് ഒരെണ്ണം കൂടെ തുടങ്ങി. ഇതുപോലെ പൈസ കൊടുത്ത് നിൽക്കുന്നതും അല്ലാത്തതുമായിട്ട്. കാരണം ഞാൻ ഇങ്ങനെയുള്ള ചില സ്ഥാപനങ്ങളിൽ, ഈ സ്ഥാപനത്തിലല്ല, പിന്നെ അവശരായുള്ളവരെ നോക്കുന്ന ചില സ്ഥാപനങ്ങളിലെല്ലാം ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ശുശ്രൂഷ സാധിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വഴിയരിയിൽ കിടക്കുന്നവർക്ക് മാത്രമല്ല, തെരുവിലും അലഞ്ഞ് നടക്കുന്നവരുടെ ഇടയിൽ മുത്തച്ഛന്മാരും മുത്തച്ഛിമാരും ഉണ്ട്. നോർത്ത് പാലത്തിനടിയിലിരിക്കുന്ന ഒരു മുത്തച്ഛി ചോറുംപൊതി ഇരിക്കുന്നത് കണ്ട് ഞാൻ ചോറുംപൊതി കൊണ്ടുപോയി കൊടുത്ത ഒരു ഉച്ചയ്ക്ക്. നല്ല പൊരുവയിലാണ്, അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഒറ്റക്കാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല അപ്പനുണ്ട്, അങ്ങോട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒരു പൊതി ചോറും കൂടി തരാമോ? ഞാൻ ചോദിച്ചു, നമുക്ക് ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ഉള്ള പോലെ എല്ലാവരും ഉണ്ട്, പക്ഷേ എല്ലാവർക്കും എല്ലാം കൊടുത്തപ്പോൾ ഇപ്പം മക്കൾക്ക് ഞങ്ങളെ വേണ്ട. ജീവിക്കണ്ടേ മോനെ, മരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മരിക്കണത് വരെ ജീവിച്ചിരിക്കാൻ വേണ്ടി കൈനീട്ടിയാലും ആരെങ്കിലും തരുന്നതൊക്കെ മേടിച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലൊരു തേങ്ങലും ആ അമ്മയുടെ മിഴി നനയുന്നതും ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ചോദിച്ചതെന്ന് പറഞ്ഞു. അത് സാരമില്ല മോനെ, അത് പറയണ്ടേന്ന്. അപ്പോൾ മാർപ്പാപ്പ പറയുന്നത് മുത്തച്ഛന്മാരും മുത്തച്ഛിമാരും മൂല്യമേറിയ ഉറവകളാണ്. ഉറവ വറ്റിച്ച് കളയരുത്, ഉറവ അടച്ച് കളയരുത്, അവരെ സംരക്ഷിക്കണം. പരിചരണ ഭവനങ്ങളിലേക്ക് വിടരുത്. എല്ലാറ്റിനും നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. അവർക്ക് കഴിക്കാനുള്ളതിൻ്റെ പങ്ക് തന്നതും പ്രോത്സാഹിപ്പിച്ചും പിന്തുണച്ചുമാണ് അവർ നാം ആക്കിയത്. അപ്പോൾ വിസ്മരിക്കപ്പെട്ടാലും ഉപേക്ഷിക്കപ്പെട്ടാലും അവർ എന്തു ചെയ്യും? അവർ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി പ്രാർത്ഥന മുടക്കില്ല എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളത്. ഒപ്പമില്ലാത്തപ്പോഴും അവർ നമ്മുടെ അരികത്തുണ്ടാകും. പ്രശ്ന സമയങ്ങളിൽ ഞാൻ എൻ്റെ മുത്തച്ഛിയുടെ സാന്നിധ്യം അനുഭവിക്കാറുണ്ട് എന്ന്. ജീവിച്ചിരുന്നാലും മരിച്ചു പോയാലും നമുക്ക് സ്നേഹമുള്ളവരുടെ സാന്നിധ്യവും ഓർമ്മകളും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കതൊരു വലിയ ശക്തിയാണ്. അതുതന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും പങ്കുവച്ചത്. പിന്നെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധരെ പ്രഖ്യാപിച്ചിട്ടുള്ള പാപ്പയും ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. 942 പേരെ അദ്ദേഹം വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. ഇതിൽ നമ്മുടെ ഇന്ത്യക്കാരായിട്ട് മാർപ്പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചവരിൽ 5 ഇന്ത്യക്കാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമുക്കറിയാവുന്ന, ഏറ്റവും അടുത്തറിയാവുന്ന ഫാദർ ചാവറ കുര്യാക്കോസ് ഏലിയാസ്, സിസ്റ്റർ എ പ്രസ്യാമ്മ, മദർ തെരേസ, മദർ മറിയം ത്രേസ്യ, ദേവസഹായം പിള്ള. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചരിത്രവും കഥയും അന്വേഷിച്ചും വായിച്ച് നടന്ന പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നീലകണ്ഠ പിള്ള, ഡിനലായി എന്ന ആ അധികാരിയിൽ നിന്ന് യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ യേശുവിന് വേണ്ടി സർവം ത്യജിക്കാൻ തയ്യാറായി ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് പിന്നീട് ദേവസഹായം പിള്ളയെന്ന് വിളിക്കപ്പെട്ട് ഇപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട, എനിക്ക് ഏറ്റവും പ്രചോദനവും ശക്തിയുമുള്ള, സഹനങ്ങളിലെല്ലാം അടിപതറാതെ നിന്ന ദേവസഹായം പിള്ള സഹനങ്ങളുടെ മൂർത്തിഭാവമായിരുന്നു. ഇതാ 5 വെടിയുണ്ടകൾ 6 വെടിയുണ്ടകൾ 4 പാട് നിന്ന് അദ്ദേഹത്തിനെതിരെ ഉതിർത്തപ്പോൾ അതിൽ 5 വെടിയുണ്ടകൾ അദ്ദേഹത്തിൻ്റെ മേൽ തറച്ച് കയറി. ക്രിസ്തുവിൻ്റെ തിരുമുറിവുകൾ പോലെ മുറിവുകൾ ഏറ്റുവാങ്ങി. എന്നാൽ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുകയും ദൈവസന്നിധിയിൽ ആ വിശുദ്ധമായ മധ്യസ്ഥം നമുക്കും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതാ നമ്മുടെ വിശുദ്ധ ദേവസഹായം പിള്ള, നീലകണ്ഠ പിള്ളയെ വിശുദ്ധ ദേവസഹായം പിള്ളയാക്കി ദൈവം ഉയർത്തി. അപ്പോൾ ഇതൊന്നും നമ്മളാരും മറന്ന് കളയരുത്. അതുപോലെ വീടുകളില്ലാത്ത ദരിദ്രർക്ക് വേണ്ടി വത്തിക്കാനിൽ അവരെയൊക്കെ സ്വീകരിക്കുകയും അവരുടെ കാലുകൾ വ്യാഴാഴ്ച കഴുകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവരെല്ലാം ഉൾപ്പെടുത്തി. അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. കരുണയ്ക്ക് വേണ്ടി കരുണയുടെ വർഷം തന്നെ പ്രഖ്യാപിച്ച് നമ്മളൊരു കരുണയുടെ വർഷം ആചരിച്ചതും ഓർക്കണം. പിന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മാർ തെരേസയുടെ
ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രത്യേക സ്ഥാനമുണ്ടത്രേ. കാരണം മദറിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മദർ തെരേസയെ വിശുദ്ധ തെരേസ എന്നതിനേക്കാൾ അമ്മ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. എത്ര പറഞ്ഞാലും മതി വരില്ല. അത്രയും കാര്യങ്ങളാണ് ഈ പാപ്പായെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ തിരുവട്ടമെങ്കിലും ഇതിലൂടെ ഇത്രയും കാര്യങ്ങളുണ്ടോ, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഒന്നും കൂടെ ഓർക്കാനായിട്ട് പറ്റി എന്നാരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ ഞാൻ കൃതാർത്ഥനായി. ദൈവത്തിന് നന്ദി പറയുകയാണ്. വെറുതെ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പങ്കുവെക്കത്തില്ലല്ലോ. അപ്പോൾ സാധാരണക്കാർക്കൊപ്പം ട്രെയിനിലും പ്ലെയിനിലും ബസ്സിലും ഒക്കെ ഇക്കോണമി ക്ലാസ്സിൽ മാത്രമാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. ഒരു ആഡംബരവും ധൂർത്തും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതെല്ലാം പാവങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്ന ഒരു പാപ്പയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതമാണ് അദ്ദേഹത്തിന് വലിയ പ്രചോദനം നൽകിയിരുന്നത്. എത്ര പറഞ്ഞാലും മതി വരികയില്ല. അത്രയും വലിയ കാര്യങ്ങളാണ് ഈ പാപ്പായിൽ നിന്ന് നമുക്ക് പ്രചോദനമായി ലഭിക്കുന്നത്. മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നടത്തിയ ആദ്യ പ്രസംഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അതൊന്ന് പങ്കുവച്ചേക്കാം. ഇപ്പോൾ നാം പാപ്പായും, തുടക്കത്തിൽ ഞാനത് സൂചിപ്പിച്ചതാണ്, അജഗണവുമാണ്. നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്ര എല്ലാ സഭകളുടെയും ജീവകാരുണ്യത്തിന് വേണ്ടിയാകണം. മാർപ്പാപ്പയുടെ വാക്കുകളാണ്. സാഹോദര്യം, സ്നേഹം, വിശ്വാസം എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കണം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. എല്ലാ സഭക്കാരെയും എല്ലാ മനുഷ്യരെയും മനുഷ്യരായിട്ട് ഉൾക്കൊണ്ടു നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ലോകം മുഴുവന് വേണ്ടി സാഹോദര്യത്തിന് ആയി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അവരെ ആശീർവാദം കൊടുക്കുന്നതിന് മുമ്പാണ് മാർപ്പാപ്പ പറഞ്ഞത്, ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ആ ജനം പാപ്പായ്ക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കും? അന്നും ഇന്നും ആ പ്രാർത്ഥനയുണ്ട്. നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ഉന്നതമായ സ്ഥാനമാണ് ആ പാപ്പയ്ക്ക് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നാം പാപ്പയും അജഗണവും നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് എന്ന്. ഇതാ സ്വർഗത്തിലേക്കുള്ള തൻ്റെ ഈ യാത്രയിലും ഇതാ നമുക്ക് വേണ്ടി ഈ പാപ്പ ദൈവസന്നിധിയിൽ തീർച്ചയായിട്ടും ഈ വാക്കുകൾ തൻ്റെ ജീവിതകാലത്ത് ശുശ്രൂഷയിലുണ്ടായതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം ആശുപത്രിയിൽ കിടക്കുമ്പോൾ ശ്വാസകോശത്തിൻ്റെ അതിൽ കുറച്ച് ഭാഗം നീക്കം ചെയ്യേണ്ടി വന്നു. 21-ാം വയസ്സിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് വൈദികനാകാൻ പറ്റുമോ? 21-ാമത്തെ വയസ്സിൽ വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പക്ഷേ ഈ ശസ്ത്രക്രിയക്ക് ശേഷമാണ് അദ്ദേഹത്തെ തേടി എന്തെത്തിയത്? ദൈവവിളി എത്തിയത്. അപ്പം ദൈവം എങ്ങനെ, എവിടെ, എപ്പോഴാ, ആരെ വിളിക്കുന്നു ഒന്നും നമുക്ക് അറിയില്ല. പിറ്റേ വർഷം ഈശോ സഭയിൽ ചേർന്നു, വൈദിക വിദ്യാർത്ഥിയായി. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അധികം പേരും പ്രായത്തിൽ വളരെ ചെറുപ്പമായിരുന്നു. പക്ഷേ അതാണ് നമ്മുടെ പല കാര്യങ്ങളും പല വിളികളും പ്രായവും കാലവും സമയവും നോക്കിയല്ല. 31-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം വൈദിക ജീവിതം പട്ടം സ്വീകരിച്ചത്. അപ്പോൾ അതായത് ക്രിസ്തു പരസ്യജീവിതം തുടങ്ങിയ അതേ പ്രായം, അതിനോടും ഈ കാര്യത്തിന് സാമ്യമുണ്ട്. ക്രിസ്തു വൈദിക പട്ടം തുടങ്ങിയ അതേ പ്രായത്തിലാണ് അദ്ദേഹം ഇതെല്ലാം ആരംഭിക്കുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പയെ ഓർക്കുമ്പോഴെല്ലാം നമുക്ക് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കുട്ടികളെയും യുവജനങ്ങളെല്ലാം ഒത്തിരി ഇഷ്ടമായിരുന്നു മാർപ്പാപ്പ. പാവപ്പെട്ടവർക്ക് വേണ്ടി എന്നും നിലകൊണ്ട അന്നും ഇന്നും നിലകൊണ്ട ഒരു മാർപ്പാപ്പ. പാവപ്പെട്ടവരുടെ വേദന കണ്ട് അറിഞ്ഞ് അവർക്കൊപ്പം നിലകൊണ്ടു. വെറുതെ നിൽക്കുകയോ ഒരു ആശയങ്ങൾ ഇറക്കുകയോ അല്ല ചെയ്തത്. തൻ്റെ ജീവിതം കൊണ്ട് തന്നെ ദാരിദ്ര്യത്തെ പുൽകി ജീവിച്ച നായകനായിരുന്നു അദ്ദേഹം. ഒരു സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ്,
അതാ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല, ഒരു വിശ്വാസിക്കും ഒരു സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവരെ സഹായിക്കുന്ന പ്രവണത ജീവിതം സാധിക്കുമെന്ന് മാർപ്പാപ്പയുടെ ജീവിതം കൊണ്ട്, പാർട്ടിയിലോ രാഷ്ട്രീയത്തിലോ ചേർന്നാലല്ല, തൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ആർക്കും ഇതെല്ലാം സാധിക്കുമെന്ന് മാർപ്പാപ്പ നമുക്ക് കാണിച്ചു തന്നു. അഭയാർത്ഥികൾക്ക് വേണ്ടി വാദിച്ചു. അവരെല്ലാം അകറ്റി നിർത്തപ്പെട്ടവരെല്ലാം ചേർത്ത് പിടിച്ചു. താൻ നേതൃത്വം കൊടുക്കുന്ന സഭ എല്ലാവർക്കുമുള്ളതാണ് എന്ന് തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവില് യൂറോപ്പിന് പുറത്തു നിന്നുള്ള ആദ്യ പാപ്പ, ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പ, വികസിച്ചുകൊണ്ടിരുന്ന ലോകത്ത് നിന്നുള്ള ആദ്യ പാപ്പ, ജസീഡ് സമൂഹത്തിനുള്ള ആദ്യ പാപ്പ, ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ പാപ്പ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബ്യൂണസ് ഐറിസിലെ ആർച്ച് ബിഷപ്പ് ബർഗോളിയോ, അദ്ദേഹത്തെക്കുറിച്ച്, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ഇങ്ങനെ പറയാനുണ്ട്. നിത്യജീവൻ എന്നാൽ ആനന്ദം എന്നാണ് അർത്ഥം. അത് മരണാനന്തരമുള്ള ജീവിതം മാത്രമല്ല, മറിച്ച് പൂർണ്ണവും പൂർത്തീകരിക്കപ്പെട്ടതും പരിമിതിയില്ലാത്തതും സത്യവും പ്രകാശപൂർണവുമായ ജീവിതമാണ്. തൻ്റെ ജീവിതം കൊണ്ട് അത് തെളിയിക്കുകയായിരുന്നു. മരിച്ച് സ്വർഗത്തിൽ പോയതിന് ശേഷമല്ല, ഇവിടെ ജീവിക്കുമ്പോഴും എല്ലാ സഹനങ്ങളിലും ആടിപതറാതെ മരണം വരെ കർമ്മോത്സുകനായിരുന്നു. ഇരട്ട ന്യൂമോണിയ പിടിപെട്ടു. അതുകൊണ്ട് ഇന്ന് സഹനങ്ങളിൽ ഓടി ഒളിക്കുന്ന, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ രോഗം, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എല്ലാ കുടുംബങ്ങളിലും വരുന്നത് പോലെയുള്ള പല പ്രതിസന്ധികളിലൂടെ കടന്നു വന്നപ്പോൾ അന്ധവിശ്വാസങ്ങളിലേക്ക് പോയ ഒരു കുടുംബമല്ല, ക്രിസ്തീയ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളതിനെല്ലാം തെറ്റായ വിശ്വാസങ്ങളെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് ഉറച്ചു നിന്നുകൊണ്ട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ പദവിയിലേക്ക് ദൈവം അതുവഴി അദ്ദേഹത്തെ ഉയർത്തി. അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ വാക്കുകൾ വിദ്വേഷവും അസൂയവും അഹംഭാവവും ജീവിതങ്ങളെ നശിപ്പിക്കും. സഹാനുഭൂതി പ്രത്യാശയുടെ വലിയ ചക്രവാളം തന്നെ തുറന്നു കൊടുക്കും. എല്ലാ അർത്ഥത്തിലും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായി ആയിരുന്നു. എല്ലാവർക്കും വേണ്ടിയുള്ള വാക്കുകളായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ സംസാരിച്ചു കൊണ്ടിരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും എല്ലാം ചേർത്ത് നിർത്തി എല്ലാവർക്കും എല്ലാമായി തീർന്ന കരുണയുടെ കാർമ്മികനും അലിവിൻ്റെ അജപാലകനും എളിമയുടെ വിശുദ്ധ രൂപവും. വിവിധ മഹൽ വ്യക്തികൾ മാർപ്പാപ്പയെക്കുറിച്ച് മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉപമിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. കരുണയുടെ കാർമ്മികൻ, എളിമയുടെ വിശുദ്ധ രൂപം, ജനങ്ങളുടെ സ്വന്തം പാപ്പ, അലിവിൻ്റെ അജപാലകൻ, ഇങ്ങനെയെല്ലാം അദ്ദേഹം വിവിധ പേരുകളിൽ വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആ നാമം ദൈവത്തിരുസന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉയർന്നു നിൽക്കട്ടെ. ആ കരങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രയും പെട്ടെന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയരട്ടെ. ഫ്രാൻസിസ് എന്ന പേര് പേരിൽ അറിയപ്പെടുന്ന എല്ലാവർക്കും അതൊരു വലിയ അഭിഷേകവും അനുഗ്രഹവും ആയി തീരട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ദൈവവിളി പോലെ തന്നെ ദൈവത്തെ കാത്തിരിക്കുന്ന ഓരോരുത്തർക്കും തങ്ങളുടെ വിളി തിരിച്ചറിയുവാൻ സമയമോ കാലമോ ഒന്നും പറഞ്ഞ് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കാതെ ഫാദർ ഹോർഹെ, കർദിനാൾ ബർഗോളിയോ, ഫ്രാൻസിസ് മാർപ്പാപ്പ, ഫാദർ ഹോർഹെ, ഇതെല്ലാം ആര് തന്നെയാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അപ്പോൾ ഓരോ നാമത്തിലും ഓരോ വൈരുദ്ധ്യങ്ങളിലും ഓരോ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. വീണ്ടും കർദിനാൾ ബർഗോളിയോയുടെ ആ വാക്കുകളാണ്: മറ്റുള്ളവർ നല്ലവരാണെന്നും അതിനാൽ അവരെ സ്നേഹിക്കണമെന്നും ഞാൻ വിശ്വസിക്കുന്നു. എക്സലൻറ്റ്. ആരെയും തെറ്റും കുറ്റവും കുറവില്ലാത്ത ആരുമില്ല ചുരുക്കി പറഞ്ഞ. അതുകൊണ്ട് എല്ലാവരിലും നന്മ ഉണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളില്ലാത്ത ആരുമില്ല. അപ്പോൾ അവരെ സ്നേഹിക്കണമെന്നും ഞാൻ വിശ്വസിക്കുന്നു. വേനൽ രാത്രി പോലെ
സുന്ദരവും സ്വീകാര്യവുമായ ദൈവത്തിൻ്റെ ക്ഷമയിലും ഞാൻ വിശ്വസിക്കുന്നു. വേനൽ രാത്രി പോലെ സുന്ദരവും സ്വീകാര്യവുമായ ദൈവത്തിൻ്റെ ക്ഷമയിലും ഞാൻ വിശ്വസിക്കുന്നു. കാലാവസ്ഥയിലുണ്ടാകുന്ന ആ ഋതുഭേദങ്ങൾ, മാറ്റങ്ങൾ ഒരിക്കലും നമുക്ക് ദോഷകരമല്ല. അതുണ്ടായാൽ മാത്രമേ ഈ പ്രപഞ്ചം നിലനിൽക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ക്ഷമ പലവിധത്തിൽ സഹനങ്ങളും പരീക്ഷണങ്ങളുമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് ദൈവം കാണുന്നില്ലേ, അറിയുന്നില്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് നിൽക്കാനല്ല, അതിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ആഹ്വാനമാണ് മാർപ്പാപ്പ തരുന്നത്. ഇനി അൽമായരോട് മാർപ്പാപ്പ തന്നിരിക്കുന്ന ഉപദേശം ഇതാണ്: നമ്മൾ അൽമായരാകാം, വൈദികരാകാം, മെത്രാന്മാരാകാം, ആരെയും വിട്ടിട്ടില്ല. അൽമായരാകാം, വൈദികരാകാം, മെത്രാന്മാരാകാം, മാർപ്പാപ്പയാകാം, അദ്ദേഹത്തെ അവഗണിച്ചില്ല. ആരുമാകട്ടെ, കുരിശ് വഹിക്കാതെ നാം യാത്ര ചെയ്താൽ, കുരിശില്ലാതെ നാം കെട്ടിപ്പടുത്താൽ, കുരിശില്ലാതെ നാം ക്രിസ്തുവിനെ പ്രഘോഷിച്ചാൽ നാം ക്രിസ്തു ശിഷ്യരാവുകയില്ല, വെറും ലൗകികർ മാത്രമേ ആവുകയുള്ളൂ. അതുകൊണ്ട് ലോകശാന്തിയുടെ അത്ഭുതത്തിൻ്റെ അടയാളുടെയും പുറകെ നടന്നിട്ട് കിട്ടിയില്ല എങ്കിൽ, നടക്കുന്നില്ല എങ്കിൽ, അത് നടക്കുന്ന സ്ഥലങ്ങളെയും വ്യക്തികളെയും കാലങ്ങളെയും അന്വേഷിച്ച് തളർന്ന് നടക്കേണ്ട കാര്യമില്ല. മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണ്: നമ്മൾ അൽമായരാകാം, വൈദികരാകാം, മെത്രാന്മാരാകാം, മാർപ്പാപ്പയാകാം, ആരുമാകട്ടെ, കുരിശ് വഹിക്കാതെ നാം യാത്ര ചെയ്താൽ, കുരിശില്ലാതെ നാം കെട്ടിപ്പടുത്താൽ, കുരിശില്ലാതെ നാം ക്രിസ്തുവിനെ പ്രഘോഷിച്ചാൽ നാം ക്രിസ്തു ശിഷ്യരാവുകയില്ല, വെറും ലൗകായികർ മാത്രമേ ആവുകയുള്ളൂ. അത്ഭുതങ്ങളോ അടയാളങ്ങളോ രോഗശാന്തികളോ എന്താണെന്ന് വെച്ചാൽ അത് നടക്കേണ്ട വഴിക്ക് നടന്നോട്ടെ. ദൈവവചന ശുശ്രൂഷ ചെയ്യുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ബലിയർപ്പിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം അതതിൻ്റെ വഴിക്ക് നടന്നോളും. ഇനി സഹനങ്ങളാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ പതറിപ്പോകണ്ട. കുരിശു വഹിച്ചുകൊണ്ട് യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി പുറകെ വരണമേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം. ഇനി വൈദികരോട് പറഞ്ഞ ഇതാണ്: നിങ്ങൾ ലോഹ ഇടുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല പ്രധാനം, മറിച്ച് നിങ്ങളുടെ ലോഹയുടെ കൈ ചുരുട്ടി വെച്ച് പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ഒരു വൈദിക സമ്മേളനത്തിൽ വെച്ച് ബുവനോസ് ഐറിസിൽ വെച്ചുള്ള അച്ചന്മാർ ലോഹ ഇടണോ വേണ്ടയോ എന്നുള്ള ഒരു ചർച്ചയിൽ ബിഷപ്പ് ബർഗോളിയോ പറഞ്ഞ തൻ്റെ അഭിപ്രായം, അവസാനം പിതാവിൻ്റെ അഭിപ്രായം ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഇതാണ്: നിങ്ങൾ ലോഹ ഇടുന്നോ ഇല്ലയോ എന്നതല്ല പ്രധാനം, മറിച്ച് നിങ്ങളുടെ ലോഹയുടെ കൈ ചുരുട്ടി വെച്ച് പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ. അത് ചിന്തിക്കേണ്ട ഒരു ആധുനിക കാലഘട്ടത്തിൽ വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസ മേഖലയിൽ, ശുശ്രൂഷ മേഖലയിൽ സേവനം ചെയ്യുന്ന ഓരോരുത്തർക്കുമുള്ള ഒരു വിളിയാണ്. വൈദികർക്ക് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും വൈദികർ, സന്യസ്ത, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള വിളികൾ ലഭിച്ചവരാണ് നമ്മൾ. ആരെയും അധികപ്പറ്റായോ ആരെയും വേണ്ടാത്തവരായോ നിർത്താൻ നമുക്ക് സാധ്യമല്ല. എല്ലാവരെയും ചേർത്ത് നിർത്തുക, എല്ലാവരെയും സ്നേഹിക്കുക. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ആഹ്വാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്കെന്നും പൊങ്ങച്ചത്തിൻ്റെയോ അംഗത്വത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ പുറകെ പോകാതെ എളിമയുടെ മാതൃക സ്വീകരിച്ച ഈ യഥാർത്ഥ പത്രോസിൻ്റെ പിൻഗാമിയായി 266ാമത്തെ മാർപ്പാപ്പയായി ഇപ്പോൾ തമ്പുരാൻ്റെ പക്കലേക്ക് ഈ 2025 ഏപ്രിൽ മാസം 21-ാം തീയതി വിളിക്കപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കാം, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയരാനും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു ബോധ്യവും അനുഭവവും ഉണ്ടാകട്ടെ. അതിലെല്ലാം ഉപരി ഫ്രാൻസിസ് മാർപ്പാപ്പ സഹനങ്ങളിൽ അടിപതറാതെ ജീവിതകാലത്ത് കഷ്ടപ്പെട്ടും തൻ്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയും പരാതിയോ പരിഭവമോ പെറുവെറുപ്പോ ഇല്ലാതെ തീഷ്ണതയിൽ ദൈവ ശുശ്രൂഷയിൽ നിലനിന്ന് തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി 31ാമത്തെ വയസ്സിലെ തൻ്റെ വൈദിക വൃത്തിയിലേക്ക് യേശുവിൻ്റെ പരസ്യജീവിതം ആരംഭിച്ചതുപോലെ തന്നെ വൈദിക വൃത്തിയിലേക്ക് കടന്നു വന്നുകൊണ്ട്
കത്തോലിക്ക സഭയിൽ ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും സുന്ദരമായ മനോഹരമായ ആ മാർപ്പാപ്പയുടെ പദവി, അതും നമ്മുടെ ജീവിതകാലത്ത് ഈ മാർപ്പാപ്പയുടെ ശുശ്രൂഷ കാലത്ത് ജീവിച്ചിരിക്കാൻ ദൈവം നമുക്കും കൃപ തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയുടെ ആ നന്മകളും സഹനങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എത്രയും പെട്ടെന്ന് വിശുദ്ധിയിലേക്ക് ഉയർത്തണമേ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി വലിയ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുകയും പങ്കുവയ്ക്കുകയും ചെയ്തപ്പോൾ വലിയൊരു ആത്മീയ അഭിഷേകവും വലിയൊരു നിറവും സന്തോഷവും സാധാരണ പ്രസംഗിക്കാറുള്ളത് പോലെ അല്ല, ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എൻ്റെയും പേരിൻ്റെ ഒരു മധ്യസ്ഥൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് പ്രാർത്ഥിക്കുന്നത് പോലെ ഇനി എനിക്ക് പ്രാർത്ഥിക്കാൻ സ്വർഗത്തിൽ ഒരു ഫ്രാൻസിസ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ വീണ്ടും ഒരു ഫ്രാൻസിസ് നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. അവിടെ പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം സ്വർഗത്തിൽ നിന്ന് വർഷിക്കട്ടെ. എത്രയും പെട്ടെന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാധിക്കുമെങ്കിൽ ഇത് കിട്ടാത്ത, മാർപ്പാപ്പയെക്കുറിച്ച് അറിയാത്ത, ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത പാവത്തങ്ങളൊക്കെ ഉണ്ടാകാം. അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകളും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഒന്ന് സെൻഡ് ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ, വചന ശുശ്രൂഷകളൊക്കെ നിങ്ങൾക്കതിലൂടെ ലഭിക്കുന്നതാണ്. സെൻറ്റ് മേരീസ് PMSയുടെ സുവിശേഷ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സാധിക്കുന്ന രീതിയിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പരസ്പരം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.